ഇപ്പോഴും ഒറ്റയ്ക്കാണ് അനു. ടെൻഷനും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ കൂടെ വേണം. എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, ഞാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടും. എന്ത് കാണിച്ചു കൂട്ടും? കിടന്ന് ഒച്ച വയ്ക്കും, കരയും, ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കരയും. ഓ ഇത് മറ്റേ സ്റ്റാർ മാജിക് കിടന്ന് അഭിപ്രായം കാണിക്കുന്നതിനും ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം എനിക്കത് മനസ്സിലാവും അവരുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുമ്പോൾ. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവർ തന്നെ ചിലവർ തനിയെ ഒന്ന് മിണ്ടും. ഞാൻ ഒരുപാട് മനുഷ്യരെ നന്നായിട്ട് പഠിച്ചതാ. എനിക്ക് ഏതൊരു വ്യക്തിയെ കണ്ടാലും അയാൾ എന്താണ് ഏതാണ് അയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പം അനുവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്നുണ്ടെങ്കിൽ വേണ്ട ക്വാളിറ്റീസ് അപ്പൊ എന്തൊക്കെയാ? ഇടി മക്കളെ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്. എന്റെ അമ്മ എനിക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അതാണ് അവർക്ക് അവർ പറഞ്ഞു തരുന്നത്. അനുവിനെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ എന്നെ ഹാപ്പി ആക്കണം, എന്നെ ഇടയ്ക്ക് കൊഞ്ചിക്കണം, ഉമ്മ തരണം. അതൊക്കെ വെറുതെ അഭിനയ ചേച്ചി. എല്ലാ മനുഷ്യരും പുറത്ത് കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ്. ആദ്യം കാണുമ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ആണോ? പച്ചയായ മനുഷ്യരാ, എല്ലാവരും പാവങ്ങളാ ശരിക്കും. അപ്പൊ എനിക്കൊരു ഹഗ് തന്നെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നല്ലൊരു ചേച്ചിയാണ് എല്ലാ അർത്ഥത്തിലും. ചേച്ചിയുടെ പേര് ആര്യ. ആര്യ, ഓക്കെ. അപ്പൊ ആര്യയുടെ ആ പുതിയ ഫ്രണ്ടിന്റെ പേര് ആര്യ, ആതിര. ആതിര ഉണ്ട് കേട്ടോ, ആതിര മാധവ്. ആഹാ, ആതിര, ആര്യ. അപ്പൊ അനുക്കുട്ടിയുടെ ഈ പറയുന്ന പോലെ അനുമോൾ എന്ന് പറയുന്ന ആൾക്ക് ഇതുപോലത്തെ നല്ലൊരാളെ കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കിപ്പം അനുവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവണം എന്നുണ്ടെങ്കിൽ വേണ്ട ക്വാളിറ്റീസ് അപ്പൊ എന്തൊക്കെയാ? ട്രസ്റ്റ് വേണം. പിന്നെ ഇപ്പൊ ഇവര് രണ്ടുപേരെന്ന് പറയുമ്പോൾ എന്റെ നല്ലതിന് വേണ്ടി ഇപ്പൊ വേണമെങ്കിൽ എനിക്കും ഇപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഫെയിമിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അവരങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. കാരണം എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പം എൻ്റെ നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ പോലും എടി അത് ഭയങ്കര മോശമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നെനിക്ക് പറഞ്ഞു എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. ചിലരാണെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചാലും സൂപ്പർ, അടിപൊളി, കിടിലം എന്ന് പറയും. ശരിക്കും അങ്ങനെ പറഞ്ഞു തരാൻ പാടില്ല. എടി മക്കളെ അത് അങ്ങനെയല്ല, എടി ഇത് ഇങ്ങനെയാണ്. എൻ്റെ അമ്മ എനിക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അതാണ് അവർക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ കാണിക്കുന്നത് എന്തുണ്ടെങ്കിലും അതെനിക്ക് പറഞ്ഞു തരണം. ചിലപ്പോൾ എനിക്കറിയില്ലായിരിക്കും അത്. അപ്പൊ എന്നെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ എനിക്ക് കറക്റ്റ് ആക്കി പറഞ്ഞു തരണം. അനുവിനെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് പോകണം. പിന്നെ എന്നെ ഹാപ്പി ആക്കണം, എന്നെ ഇടയ്ക്ക് കൊഞ്ചിക്കണം, ഉമ്മ തരണം. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെ. ഇങ്ങനെ ഈ കുട്ടികളെ കളിക്കുന്ന കാണുമ്പോ അമ്മ ഒക്കെ ചോദിക്കില്ലേ, നിന്റെ കുട്ടികളി മാറില്ലേ, നിനക്ക് ഇത്ര പ്രായമായില്ലേ? അവർക്ക് ഞാൻ ഇപ്പോഴും കുട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും ഒക്കെ ഇഷ്ടം അതാ. കാരണം ഭയങ്കര മെച്ചൂർഡായിട്ട് കാണിക്കുന്നവർക്ക് ഇഷ്ടമില്ല. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും. എന്നാലും എനിക്ക് എൻ്റെ അമ്മയോട് ആ ഒരു സംഭവം എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഭയങ്കര മെച്ചൂർഡ്, അമ്മ എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്ത് വെക്ക് എന്നെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ ഒരു അമ്മ എടുത്ത് പോയി കള്ളിപ്പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് കവിളൊക്കെ കൊടുത്ത് പിച്ചൊക്കെ കൊടുത്ത് അത് അമ്മയ്ക്ക് ഇഷ്ടം. ഏതൊരമ്മ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. നമുക്ക് എത്ര ഏജ് കൂടിയാലും എനിക്ക് എന്താ മെച്ചൂർഡായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ അനുവിന് എപ്പോഴും ഇങ്ങനെയാണ്, മനസ്സിൽ എന്തെങ്കിലും വിഷമമുള്ള സമയത്തായിക്കോട്ടെ, കുറച്ച് ടെൻഷനുള്ള സമയത്തായിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും അനു ഇതുപോലെ സ്നേഹം പ്രകടിപ്പിക്കും. എനിക്ക് ടെൻഷനും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ ആ സമയത്ത് എനിക്ക് ആരെങ്കിലും വേണം എൻ്റെ കൂടെ. ടെൻഷനുള്ളപ്പോഴും എന്തുണ്ടെങ്കിലും ടെൻഷനുള്ളപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഒരാൾ വേണം, ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ കൂടെ വേണം. ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, ഞാൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടും. എന്ത് കാണിച്ചു കൂട്ടും? കിടന്ന് ഒച്ച വയ്ക്കും, കരയും, ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കരയും, ഭയങ്കരമായിട്ട് കരയും. മനസ്സിന് കട്ടി തീരെ കുറവാണ് അപ്പോ. ആ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ആരെങ്കിലും കൂടെ വേണം. അങ്ങനെ കൊണ്ടുവന്ന രണ്ടുപേരാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയതാണോ? എനിക്ക് ആതിര എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. ഈ ആതിര ആര്യചേച്ചി റിലേറ്റീവാണ്, അതെനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയൊക്കെയോ നമ്മൾ ഭയങ്കര കൂട്ടായി. പക്ഷെ കൂടുതലും ഇപ്പം രണ്ടുപേരും അടുത്തടുത്ത് തന്നെ, കുറച്ച് അടുത്ത് തന്നെയാണ് വീടൊക്കെ.
എന്നാലും നമ്മൾ ദിവസം കാണാറുണ്ട്, ചില ദിവസങ്ങൾ കാണാറില്ല. കാണാതിരിക്കുമ്പോഴേക്കും ഭയങ്കര മെസ്സേജ് അയക്കും, വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും. ഇപ്പം എന്താ പറയുക, ഞാനിപ്പോൾ കുറച്ച് ദിവസം വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ പോലും എൻ്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചന്വേഷിക്കും, എന്താണ്, എവിടെയാണ്. അതൊക്കെ വലിയ കാര്യം. ഇപ്പം അമ്മയ്ക്കൊന്നും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ വിളിച്ച്, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലേ നമ്മൾ വിളിച്ച് ചോദിക്കാൻ ഒരാളുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലൊക്കെ ഫോൺ വെച്ച് നിങ്ങളിങ്ങനെ ഇരിക്കണമെങ്കിൽ പോലും ഹലോ, എവിടെ, കഴിച്ചോ, എന്താ, ഓക്കെ ആണോ, ഇപ്പോൾ എവിടെ എത്തി, ഓക്കെ, ഇന്ന് ഏത് ഡ്രസ്സാണ് ഇടുന്നത്, മേക്കപ്പ് തന്നെയല്ലേ ചെയ്യുന്നത്, ഓക്കെ, ഫുഡ് എന്തോ കഴിച്ചത്, ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഇങ്ങനെയൊക്കെ ഇപ്പം ഇതൊക്കെ എൻ്റെ അമ്മ ചോദിക്കുന്നതാ. അമ്മ ഒരു ദിവസം ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ചോദിക്കുമ്പോൾ എനിക്ക് അയ്യോ എന്താ എൻ്റെ അമ്മയ്ക്ക് പകരം ചോദിക്കുന്നു, എന്ത് രസം, എന്ത് ക്യൂട്ടല്ലേ അത്. അങ്ങനെ എനിക്ക് അവരത് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു. ഓക്കെ, ഈ കഥ നമുക്ക് ഇവിടെ ഒന്ന് പോസ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ വേറൊരു കോള് കണക്ട് ചെയ്യാം. അനു ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് സ്റ്റാർ മാജിക്കിലുള്ള ഒരാള് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഭയങ്കര ആരാധികയാണ്, അനുമോളുടെ ഒരു ആരാധികയാണ്. നോക്കാരാന്ന്. സ്പീക്കറില്ല, സംസാരിച്ചോ. ഹലോ, പിടിച്ചു. അതെ, ഇപ്പൊ എന്താ സ്റ്റാർ മാജിക്കിലൊന്നും ഇല്ലേ? ആരാധികയാണോ? ഓക്കെ ചേച്ചി, സ്റ്റാർ മാജിക് സ്റ്റോപ്പ് ചെയ്തു ചേച്ചി. സ്റ്റോപ്പ് ചെയ്ത്. സ്റ്റാർ മാജിക്കും ഭയങ്കര പാവത്തിന്റെ കണക്കിരിക്കണ. എന്താ, ഞങ്ങക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടാ. അച്ചോടാ, അങ്ങനെയൊന്നുമില്ല. എല്ലാരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേനും വെറുതെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരി. അതൊക്കെ അയ്യോ, അതെന്താന്നറിയോ, നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മുടെ കുട്ടികളൊക്കെ അല്ലേ, അപ്പൊ അവർക്ക് എന്നെയല്ലേ കളിയാക്കാനൊക്കെ പറ്റുള്ളൂ. വേറെ പുറത്തുള്ള ആരും അങ്ങനെ പറ്റില്ലല്ലോ. എൻ്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് അവരങ്ങനെ കളിയാക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്കത് ഇഷ്ടാ. അയ്യോ, ഞങ്ങൾക്കൊക്കെ സങ്കടം വരുമോ? അയ്യോ, സങ്കടപ്പെടരുത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? അതെന്തുകൊണ്ടാ? അവരങ്ങനെ എന്നെ കളിയാക്കുന്നതുകൊണ്ടാ നിങ്ങളെപ്പോലുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടം കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുന്നേ. അയ്യോ, പറയണ്ടേ. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഓർക്കും കേട്ടോ, ഇത് എന്തൊരു പാവം, ഇത്ര പാവമായിട്ട് ഇരുന്നിട്ടില്ല. ഇല്ല, എന്തെല്ലാം കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ വഴക്ക് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഒന്നും പറയില്ലല്ലോ, നമ്മൾ കേട്ടോണ്ടിരിക്കത്തില്ലേ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ തങ്കച്ചനൊക്കെ ഇട്ടൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ പറയുമ്പോഴേ എന്താണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടാണ്ടൊക്കെ ഇരിക്കണല്ലേ. അത് നമ്മുടെ ചേട്ടന്മാരല്ലേ. തിരിച്ചു പറയാറൊക്കെ ഉണ്ട്, ഞാന് കളിയാക്കി തിരിച്ചു പറയാറുണ്ട്. കാണാറില്ലേ ഒന്നും? എന്നും കാണാറുണ്ട്. പക്ഷെ അത്ര മറ്റുള്ളവര് പറഞ്ഞത്രയും വരുന്നില്ലല്ലോ. അത് ചേട്ടന്മാരല്ലേ. നമ്മുടെ അടുത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ടാ. നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചു പറയും. പക്ഷെ ഞങ്ങൾക്കത് വേദനയൊക്കെ ആയിട്ട് തോന്നുന്നു. അയ്യോ, നിങ്ങക്ക് ഇങ്ങനെ ടി വി കൂടെ കാണുന്നോണ്ട് തോന്നുന്നതാ. പിന്നെ അടിയൊക്കെ കൊള്ളുമ്പോഴേ അതൊക്കെ എനിക്കിഷ്ടാ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ. ഭയങ്കരമായിട്ട് വേദനിക്കാറുണ്ട് അന്നേരം. ഇപ്പൊ വേദനിച്ചാലും എനിക്കത് ഇഷ്ടാ. വേദനയൊന്നും ഇല്ല, ചെറിയ വേദനയൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്കത് ഇഷ്ടാണ്. എന്നാലും മിക്കപ്പോഴും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ അതൊന്നും കുഴപ്പമില്ല. ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാറില്ലേ. എന്തോ സ്റ്റാർ മാജിക് വീണ്ടും വരുമോ? സ്റ്റാർ മാജിക് വരുമോന്നൊക്കെ ചോദിച്ചു വരും. ചേച്ചി പ്രാർത്ഥിക്കും, ചേച്ചി പ്രാർത്ഥിക്കും പെട്ടെന്ന് സ്റ്റാർ മാജിക് വരും. ഞാനൊരു കാര്യം, സ്റ്റാർ മാജിക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഗ്രാം? വേറെ പ്രോഗ്രാം വരും ചേച്ചി. ചേച്ചി കാത്തിരുന്നോ. എന്തിനാത്താ വരാൻ പോണത്? അത് വരും, ഉടനെ വരും. അതൊക്കെ സർപ്രൈസ് ആണ്, വരും. സർപ്രൈസ് ഇപ്പൊ അങ്ങനെ കാണാണ്ടായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചി എന്തായാലും ചേച്ചി TV ഓൺ ആക്കി വെച്ചിരുന്നോ. ചാനൽ മാറ്റുന്ന ഇടയിൽ ചേച്ചി അനുമോളുടെ മുഖം നന്നായിട്ട് കാണും. അപ്പൊ ഈ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കരുത്. ശരി, ചേച്ചിയുടെ പേരെന്താ? എന്തോ? ആലീസ്. ആലീസ്. ഓക്കെ, ആലീസ് ചേച്ചി സ്ഥലം എവിടെയാ? കൊല്ലം. ഓക്കെ, അപ്പൊ ചേച്ചി കാത്തിരുന്നോ. സ്റ്റാർ മാജിക് അല്ല, വേറെ നല്ലൊരു പ്രോഗ്രാമിലൂടെ അനുമോള് ഉടനെ തന്നെ തിരിച്ചെത്തും കേട്ടോ. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടാവും. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണമുണ്ട്, ഇപ്പൊ കാണാത്ത എന്താന്ന് വിചാരിച്ചു. അപ്പൊ ചേച്ചി പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ ചേച്ചിക്ക് മിനി സ്ക്രീനിലൂടെ നേരിലും കാണാം. അനു വരും, നേരിലും കാണും. എന്നിട്ട് അനു പറയുന്നുണ്ട് നേരിലും കാണാമെന്ന്. നേരിൽ കാണുവാ? നേരിൽ കാണും. കൊല്ലവും ട്രിവാൻഡ്രം ഒക്കെ അടുത്തടുത്താന്ന് പറയും. അപ്പൊ തന്നെ കേട്ടോ. അയ്യോ, അനുവിന് അത് ഒരുപാട് ഇഷ്ടമാണ് അനുവിന് അങ്ങനെ. ഓക്കെ ചേച്ചി, ഞങ്ങളപ്പോ വേറെ ഞങ്ങൾ പോട്ടെ. അപ്പൊ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. ശരി ചേച്ചി, താങ്ക് യു. നോക്കിയേ, എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ് അനുവിന്. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞ, എല്ലാവർക്കും അനു എന്ന് പറഞ്ഞ
ഭയങ്കര ഇഷ്ടമാണ്. അനുവിനിപ്പം അനുവിനെ ഇങ്ങനെ കൂടെ ഇപ്പൊ സ്റ്റാർ മാജിക്കിലായിക്കോട്ടെ അല്ലാതെയൊക്കെ ആയിരിക്കുമ്പോഴും എനിക്കറിയാം അനുവിന് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാളും കൂടെ എപ്പോഴും ഇങ്ങനെ ആൾക്കാർ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ തമാശകൾ പറഞ്ഞ് ചിരിച്ച് ചിരിക്കുക എന്ന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാന്ന് എനിക്കറിയാം. അപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ അനുവിന് തോന്നിയിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ അനു ഒറ്റയ്ക്കാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഒറ്റയ്ക്കല്ലേ? ഈ ഷൂട്ടിന് പോകുമ്പോൾ മാത്രമാണ്. ഇപ്പം സീരിയലാണെങ്കിലും ഇനാഗുറേഷൻ ഈ സ്റ്റാർ മേജർ ഷൂട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റിലെ കാണുന്നേ. ബാക്കി എല്ലായിടത്തും അനുമോൾ ഒറ്റയ്ക്കാ. ഇപ്പൊ വീട്ടില് അച്ഛന് ഇപ്പം ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് വീടുണ്ട്. അപ്പം അവിടെ ചേച്ചി രാവിലെ ജോലിക്ക് പോകും, ചേട്ടൻ പോകും, കുഞ്ഞു പോകും, അച്ഛനമ്മ അങ്ങ് നാട്ടിലായിരിക്കും. അപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പിന്നെ ഈ പറയുന്ന ഇനാഗുറേഷനൊക്കെ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും ഷൂട്ടുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വരുമ്പോഴും ഒറ്റയ്ക്കാണ്. ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാ. അപ്പൊ ആ ഒരു അന്നേരം തോന്നാറുണ്ടോ ഒറ്റപ്പെടലെന്നോ ഏകാന്തതയോ? നമ്മൾ പോകുന്ന എന്തിനാ? ജീവിക്കാൻ വേണ്ടിയിട്ട്, കാശുണ്ടാക്കാൻ വേണ്ടി പോവല്ലേ. അപ്പൊ ആ ഒരു മനസ്സിൽ ആ ഒരു കാര്യം മാത്രമേ കിടക്കുന്നത്, കാശുണ്ടാക്കണം. അപ്പം മനസ്സിലിതാണ് ഇങ്ങനെ വേണം അങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല. ഇത് ചെയ്യണം അത് ചെയ്യണം. ഞാൻ നോട്ട് ചെയ്ത് വെക്കും, നാളത്തെ പരിപാടി ഇതാണ്, മറ്റന്നാൾ ഇങ്ങനെ. എനിക്ക് മാനേജറോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ കാര്യങ്ങൾ ഫുള്ളും ഞാനാ നോക്കുന്നത്. നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനില്ല. നമുക്ക് അമ്മയുടെ കാര്യം അച്ഛൻ്റെ കാര്യം ഇതുണ്ട്, നാളെ ഇത് ചെയ്യണം, നാളെ എത്ര മണിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അതിന് മുന്നേറ്റ് അത് ചെയ്യണം, ഇത് ചെയ്യണം, കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ പോകണം അവിടെ പോകണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. ഇടയ്ക്ക് കോൾസ് വരും, അത് അറ്റൻഡ്, അത് കുറേ നേരം സംസാരിക്കും. പിന്നെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങും നന്നായിട്ട്. കിട്ടുന്ന സമയത്ത് നന്നായിട്ട്. എനിക്ക് എൻ്റെ ഹോബി ഉറക്കമാണ്. ഉറക്കം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഉറങ്ങും. എപ്പോഴും ഒറ്റയ്ക്കാണ് അനു. അപ്പോ ഇങ്ങനെ ഓക്കെ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ പിന്നിലത്തെ കാര്യങ്ങൾ ഇപ്പൊ അനു ചിന്തിച്ചിട്ട് പറയാണ്, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒറ്റയ്ക്ക് പോകുന്നതൊന്നും വിഷമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇഷ്ടമാണ്, ഓക്കെ. കാരണം ആ ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്, അതുകൊണ്ട് അനു അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പുതിയതായിട്ടിരിക്കുന്ന ഇപ്പൊ അനു പുതിയതായിട്ട് പോകുന്ന ഒരു സെറ്റ്, ഇപ്പൊ സ്റ്റാർ മാജിക് പോലെ പഴക്കമുള്ളതല്ല, പുതിയ ഒരു പ്രോഗ്രാം തുടങ്ങുന്നു. അവിടെ പുതിയ കുറെ ആൾക്കാരൊക്കെയാണ്, അനുവിന് പരിചയമുള്ള ആൾക്കാരൊന്നും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനു എന്ന് പറഞ്ഞ ക്യാരക്ടർ പുതിയ ആൾക്കാരുമായിട്ട് ജെല്ലാവാനായിട്ട് ടൈം എടുക്കുമോ? അത് ഞാൻ പറയാം. ഇപ്പൊ എക്സാമ്പിള്, ഇപ്പൊ ഞാനൊരു സ്ഥലത്ത്, ഞാനത് പുതിയ ലൊക്കേഷൻ എന്ന് പറയണ്ട. ഇപ്പൊ ഞാനൊരു ഇനാഗുറേഷന് പോവുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്നെ വിളിച്ചത് ആരാന്നുകൂടി എനിക്കറിയില്ല, ഫോണിൽ കൂടെ എനിക്ക് അറിയാവുള്ളൂ. അവിടെ ചെല്ലുമ്പോ മൈക്ക് തരുന്നു, ഞാൻ കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ആളുകള്. അപ്പം അവിടെ ചെല്ലുമ്പോ എനിക്ക് ആരെയും അറിയില്ല. ഞാൻ സംസാരിക്കുന്നില്ലേ മൈക്കിൽ കൂടെ, ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ, എന്തെന്റെ വിശേഷം, ഞാൻ സുന്ദരിയായിട്ടുണ്ടോ, എൻ്റെ സാരി എങ്ങനെയുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ രാവിലെ എന്താ കഴിച്ചേ? അവർ കഴിച്ചില്ല അനുവിനെ കാണാൻ വേണ്ടി. അതെന്താ കഴിക്കാത്തത്? അപ്പൊ ഞാൻ കുറച്ച് സമയം അവരായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ പരിചയമാവുന്നത്. ഇപ്പം എക്സാമ്പിൾ ചേച്ചി നേരത്തെ ചോദിച്ചു ആർട്ടിസ്റ്റുകളായിട്ട് എങ്ങനെയാണ്. ആർട്ടിസ്റ്റിലും ഇവരും രണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്നെ അറിയാം, ചിലപ്പോൾ എനിക്ക് അവരെ അറിയില്ല. പുതിയ ആരെങ്കിലൊക്കെ ആയിരിക്കും, പുതിയ ആർട്ടിസ്റ്റിലായിരിക്കും. എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ ചെന്നിട്ട് ഹായ് ഹലോ അറിയാലോ എന്നെ, അറിയാം പിന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. എവിടെ വീട്? ആദ്യം പേര് ചോദിക്കും, വീട്ടിൽ ആരൊക്കെ ഉണ്ടാന്ന് ചോദിക്കും, എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കും, വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കും. ആദ്യം ചോദിച്ചിട്ടാണ് ഇപ്പൊ എന്ത് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മുമ്പ് എവിടെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് അയ്യോട് കഴിഞ്ഞു അവിടെ തുടങ്ങും. അങ്ങനെയാ. അപ്പൊ അതിന് പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും. ഇപ്പൊ എക്സാമ്പിൾ ചിലർ ഹെഡ് വെയിറ്റ് ഇട്ടിരിക്കും, അനു എനിക്കറിയാം എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കുന്നവരെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും ചിലപ്പോ. ഞാൻ പറയും ഭയങ്കര ഹെഡ് വെയിറ്റ് ഇട്ടിരിക്കും, ഇത് മറ്റേ സ്റ്റാർ മാജിക് കിടന്ന് അഭിപ്രായം കാണിക്കുന്ന അനുവല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം എനിക്കത് മനസ്സിലാവും അവരുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുമ്പോൾ. കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവർ തന്നെ ചിലവർ തനിയെ വന്ന് മിണ്ടും. ഞാൻ ഇടയ്ക്കൊക്കെ നോക്കും, ഹായ് എന്ന് പറയും, എവിടെ എന്താ പേര് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഇങ്ങനെ പറയാം ഓക്കെ ഞാൻ എവിടെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറയും. എവിടെ കണ്ടിട്ട് ഇങ്ങാളല്ലേ പറഞ്ഞു. അതെയോ, എവിടത്തെ വീട്? പറയും ഇങ്ങനെ സ്ഥലത്ത്. ആണോ, നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഞാൻ ഉള്ളത് തന്നെ പറയും, നല്ല ക്യൂട്ടായിട്ട്. പിന്നെ അയാളുടെ തനി സ്വഭാവം പുറത്തു വന്നോളും. അതൊക്കെ വെറുതെ അഭിനയ ചേച്ചി. എല്ലാ മനുഷ്യനും പുറത്ത് കാണിക്കുന്നതൊക്കെ വെറും അഭിനയ. ആദ്യം കാണുമ്പോൾ ഉള്ളൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും. ആരാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും പച്ചയായ മനുഷ്യരാ, എല്ലാരും പാവങ്ങളാ ശരിക്കും. ആണോ? ഭയങ്കര പാവങ്ങളാ. അപ്പോ ഏതൊരു ജാട പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും ഉള്ളില് ഭയങ്കര പാവാ. പിന്നെ അവരുടെ എന്താ പറയണ്ടേ, സ്റ്റാൻഡേർഡ് വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും.
ആർട്ടിസ്റ്റുകൾ മാത്രമല്ല പൊതുവെ കാണുന്നവരെല്ലാവരും ഓക്കെ. നമ്മളെ അറിയാമെങ്കിലും അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇത് അനുമോളാണ്, അറിയാമോ? അനുമോളില്ല, അറിയില്ല. ഓക്കെ. അപ്പോൾ പറയും ഇത് സ്റ്റാർ മജിയിലെ കുട്ടി. ഓക്കെ, ഞാൻ അങ്ങനെ TV പ്രോഗ്രാം ഒന്നും കാണാറില്ല, ഞാൻ TV അങ്ങനെ കാണാറില്ല, ബിസിയാണ്. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്യില്ല, സാരമില്ല, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. അവർ പിന്നെ ഞാൻ കാണുന്നതെന്നറിയാവോ, കുറച്ച് ഗ്യാങ് ആയിട്ട് നിൽക്കുമ്പോൾ, ഒരു സർക്കിളിനകത്ത് കുറച്ച് പേരായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇവരൊറ്റ, നമ്മൾ ഇത്രയായിരിക്കും ഒരു കെട്ട്. അപ്പൊ ഇവരെന്തായി നോക്കി നിൽക്കാനേ അവർക്ക് പറ്റുള്ളൂ. അറിയില്ലല്ലോ, ഞാൻ അവിടെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഇവർ എൻജോയ് ചെയ്യുന്നു. ഇവര് നോക്കുമ്പോൾ അറിയില്ലല്ലോ, പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മിണ്ടിക്കോളും. അങ്ങനെ ഇതൊക്കെ വെറുതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നതാണ്. ഞാൻ ഒരുപാട് മനുഷ്യരെ നന്നായിട്ട് പഠിച്ചതാ. എനിക്ക് ഏതൊരു വ്യക്തിയെ കണ്ടാലും അയാൾ എന്താണ്, ഏതാണ്, അയാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇത്ര അധികം ജീവിതാനുഭവം ഉണ്ടോ? ഒരുപാട്. പോവാനോ? ഒരുപാട്. ഞാൻ ഒരുപാട് അനുഭവമല്ല, ഞാൻ അനുഭവം തന്നെ പറയാം. എനിക്ക് ഇങ്ങനെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനായിട്ട് അനുവിന് പറ്റും ചേച്ചി. എല്ലാരും സാധാരണ മനുഷ്യരാണ്. എല്ലാവരുടെ ശരീരത്തിൽ കൂടെ ബ്ലഡ് ആണ് പോകുന്ന. ഇനി എത്ര കാശുണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലും, ഇനി നമുക്ക് എന്തൊക്കെ പദവി ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യരാ. ഇന്ന് കാണുന്ന നമ്മൾ നാളെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എത്ര കാശുണ്ടാക്കി വെച്ചാലും അത് എന്താ പറയണ്ടേ, ഒരു ചെറിയൊരു അസുഖം വന്നാൽ മതി, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മതി, എല്ലാം പോയി. അത്രയേ ഉള്ളൂ. പക്ഷെ അത് അനു ചിന്തിക്കുന്ന പോലെ എല്ലാരും അങ്ങനെ ചിന്തിക്കണം എന്നില്ലല്ലോ. ചിന്തിക്കുന്നത് കാണത്തില്ല. ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നേ. പിന്നെ റെസ്പെക്ട് കൊടുക്കേണ്ടടുത്ത് റെസ്പെക്ട് കൊടുക്കും, അത്രയൊക്കെ തന്നെ. എന്നാ അനു ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നൊക്കെ കാണുമ്പോഴേ ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ ക്യാമറ ഒന്ന് മാറ്റിക്കേ, അനുവിന് ഭയങ്കര ജാടയാണ് എന്നങ്ങനെ ആരെങ്കിലും ജാടയാണെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ജാട എന്നെ ആദ്യം കാണുന്നവരൊക്കെ പറയും, ഫസ്റ്റ് അനുവിന് ഞങ്ങൾ വിചാരിച്ചത് അനുവിന് ഭയങ്കര ജാട ആയിരിക്കും എന്നാണ് എന്ന് പറയുന്നവരുണ്ട്. അല്ല ക്യാമറ മാറ്റി വെച്ചിട്ട് ഉള്ള ജാട അങ്ങനെ ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിച്ച് നടക്കുന്ന ഒരു പെണ്ണാ. വേണേ ഇങ്ങനെ പറഞ്ഞാണോ, അയ്യോ അതിപ്പോ ഒരു പൊട്ടി പെണ്ണാ, ചുമ്മാ കലബില കലബില കലബിലാന്ന് പറഞ്ഞ് സംസാരിച്ചു നടക്കും. അങ്ങനെ ചിലപ്പോൾ പറഞ്ഞായിരിക്കും ഇത് ചേച്ചി കഴിഞ്ഞിട്ടതല്ലേ, അങ്ങനെ പറയത്തില്ല. ആദ്യം കാണുന്നവർ എന്നെ കണ്ട ഉടനെ പറയുന്നതാണ്. സത്യം പറയില്ല, എൻ്റെ അനു ഭയങ്കര ജാട എന്നാ വിചാരിച്ചത്. ഇപ്പൊ മനസ്സിലായി അനു ഭയങ്കര പാവമാണ്, അല്ലെങ്കിൽ അനു നമ്മളിപ്പോലത്തെ സാധാരണ ഒരാളാണെന്നേ പറയുള്ളൂ. അപ്പം അനുവിന്റെ ലൈഫിൽ ആരെങ്കിലും ഇപ്പൊ അനു ഇതുപോലെ എല്ലാവരുടെ അടുത്തും ചിരിച്ച് കളിച്ച് സംസാരിക്കുമല്ലോ, അപ്പം അനുവിന്റെ അടുത്ത് തിരിച്ചു നിൽക്കുന്ന ആൾക്കാർ ചിരിച്ചുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യും. പക്ഷെ അനു അങ്ങ് മാറിയൊക്കെ അനുവിന് തോന്നുന്നുണ്ടോ അവർക്കൊക്കെ ശരിക്കും അനുവിനോട് അത്രയും, എല്ലാവർക്കും ചിലർക്കെന്നല്ല, അനുവിന് അങ്ങനെ മനസ്സിലാവുള്ളൂ? മനുഷ്യരെന്നൊന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ നോക്കുന്നത് ഞാൻ എങ്ങനെയാണ് അവരുടെ നിൽക്കുന്നത്, അത് മാത്രം നോക്കും. അവരിനി എങ്ങനെ വേണമെങ്കിൽ ചെയ്തു. ഇപ്പൊ ഞാൻ പോയതിനു ശേഷം പറയും, കുറ്റം പറയുന്നുണ്ടാവും, 100% പറയുന്നുണ്ടാവും. പക്ഷെ ഞാൻ അത് ചിന്തിക്കുന്നില്ല. ഞാൻ നന്നായിട്ട് നിൽക്കുന്നില്ലേ, ഞാൻ ഫേക്ക് കളിച്ച് നിൽക്കുന്നില്ലല്ലോ. അവരെന്തോണെങ്കിലും ആയിക്കോട്ടെ, അവർക്കുള്ളത് കൊടുത്തോളും. അപ്പൊ അവരങ്ങനെ അനുവിനെ കുറിച്ച് മോശം പറയുന്നുണ്ടെന്ന് ചേച്ചി പറയുമ്പോ പിന്നെ കേൾക്കുമ്പോ വിഷമം തോന്നും, ഉറപ്പായിട്ടും തോന്നും. ഞാൻ മുമ്പ് എന്റെ ക്യാരക്ടർ വെച്ചാണെങ്കിൽ ഞാൻ ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ വോയിസ് റെക്കോർഡ് എനിക്ക് പലരും അയച്ചു തന്നു, എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട്. ചിലർ ഇഷ്ടം കൊണ്ട് അയച്ചു തരും, ചിലർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അയക്കും. എനിക്ക് ഇപ്പോൾ 1-2 വർഷം മുന്നേ ഇങ്ങനെ കുറച്ച് വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു സങ്കടം കൊണ്ട്, എന്തിനാ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്, കഴിഞ്ഞ ദിവസം കൂടെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയതല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയും, എടി അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒന്നും പറയാൻ പോകത്തില്ല. പണ്ടുണ്ടായിരുന്നൊരു സ്നേഹം ഒന്നുമില്ല, ഹൈ ബൈ, എവിടെയെങ്കിലും വെച്ച് കാണുന്നു, അസുഖമല്ലേ, അത്ര. അപ്പൊ അവർക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു എന്നുള്ളത്. പക്ഷെ അനു അത് തുറന്ന് ചോദിക്കും. കാരണം നമ്മൾ അത്ര ട്രസ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് കളിച്ച് ചിരിച്ച് ഒരു പാത്രത്തിൽ കൈയിട്ട് ഫുഡ് കഴിച്ച് ഇരുന്ന ആൾക്കാർ, ഞാൻ എന്നിട്ട് ചിന്തിക്കും ഇവരെന്താ ഇങ്ങനത്തെ മനുഷ്യർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാൻ ഇപ്പൊ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല ചേച്ചി, എനിക്കിതൊന്നും ഒന്നുമല്ല. എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനം, സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കുക, അവരെ ഹാപ്പി ആയിട്ട് നിർത്തുക. ഇതൊക്കെയാണ് എനിക്കിതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കാരണം കുറച്ച് പേരെ സന്തോഷിക്കുക, ഞാൻ സന്തോഷിപ്പിക്കണം, അവർ സന്തോഷിക്കണം, അങ്ങനെയൊക്കെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഏത് ചാനൽ ഇൻ്റർവ്യൂ എടുത്താലും ഞാൻ മോങ്ങും. എനിക്കത് താല്പര്യമില്ല ചേച്ചി.
ചുമ്മാ ഈ കൊച്ചിൻ്റെ ഇരുന്ന് കരയണേ, ഈ കൊച്ചിന് വേറെ പണിയില്ല, ഒയ്യോ ഇത് എപ്പോൾ കഴിച്ചില്ല തന്നെ, അങ്ങനെ എന്തിനാ പറയിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാത്തത്. പിന്നെ ഇപ്പൊ 1 വർഷം ആവാൻ പോകുന്നു നമ്മൾ ഇന്റർവ്യൂ തന്നിട്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ അനു അങ്ങനെ മറ്റുള്ളവർക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണോ വേണ്ടേ? ഇപ്പം എനിക്ക് അവരെന്ത് പറയുന്നു എന്ന് എനിക്കതിൽ കാര്യമില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ വീട്ടില് അമ്മ അച്ഛനും മക്കളെ അവിടെ പോയിരുന്ന കാര്യം തന്നെ എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം വരുന്നുണ്ട്. ഓ അവർക്കത് വിഷമാവുന്നുണ്ട്. എന്റെ വീട്ടുകാർ മാത്രമായിട്ടോ നോക്കുന്നേ. പിന്നെ എന്റെ ഫ്രണ്ട്സും പറയും എടി നീ കരയുമ്പോൾ നമുക്ക് വിഷമാവും, നീ കരയില്ലടി ഇങ്ങനെ ഇരുന്ന്, അപ്പൊ പിന്നെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നാ പോരെ എന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ അടുത്ത് ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് എന്നോട് പറയും എടി നീ ഇപ്പൊ കുറച്ചൊരു ചേച്ചി പറഞ്ഞില്ലേ നിങ്ങൾ കരയണ എന്തിനാന്ന്, അത് ശരിക്കും അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുള്ളതുകൊണ്ടല്ല ചേട്ടന്മാർ എന്നെ വഴക്ക് പറയണെന്നും. എൻ്റെ അടുത്ത് അത്ര ഇപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത് സ്റ്റാർ മാജിക്കിൽ, എന്തുകൊണ്ട് അവരൊന്നും പറയാത്തത്? എന്നെക്കാളും ഇളയ പെൺകുട്ടികൾ അതിനകത്തുണ്ട്, 18 വയസ്സുള്ള കുട്ടിയുണ്ട്, അവളെ എന്തുകൊണ്ടൊന്നും പറയുന്നില്ല, എന്നെ മാത്രം. എൻ്റെ അടുത്ത് അത്ര സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ പറയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അവർക്കറിയാം. അപ്പൊ പറയുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ എടുക്കുമെന്ന് അറിയാം, പ്രേക്ഷകർക്ക് എങ്ങനെ ഇഷ്ടാവൂല്ലെന്നറിയാം, കണ്ടന്റ് കിട്ടുമെന്നറിയാം. ഇതൊക്കെ കൊണ്ടാണ് അവരെന്നെങ്ങനെ പറയുന്നത്. അത് ക്യാമറയുടെ മുന്നിലും പിന്നിലും പറയാറുണ്ട്, കളിയാക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ് ചേച്ചി, ഇഷ്ടമുള്ളവർ എന്നെ കളിയാക്കുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ കണ്ടാ പോരെ? നീ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പൊ കരയുന്നതിലാണെങ്കിലും ആൾക്കാർ കളിയാക്കുന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കളിയാക്കുന്നേ. അപ്പൊ പിന്നെ അതെന്തിനാ ബോധർ ചെയ്യണേ? പുറത്തുള്ള ആൾക്കാർ പുറത്തുള്ള ആൾക്കാർ പറയുമ്പോ ഞാൻ എന്താ പറയണ്ടേ, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ നോക്കുമ്പോ ഒരു ഇന്റർവ്യൂ ഇല്ല, എല്ലാ ഇന്റർവ്യൂ ഞാൻ ശരിയാണ്, എല്ലാ ഇന്റർവ്യൂ ഇനി കൊടുക്കണ്ട വെറുതെ. ഞാൻ എന്തായാലും കരയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തെങ്കിലും ഇമോഷണൽ കാര്യങ്ങൾ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ കരയുമെന്ന്. അതുകൊണ്ട് കുറെ നാളത്തേക്ക് ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, അടുത്ത വർഷം കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കും. ഇനി എനിക്ക് 1 വർഷം കഴിഞ്ഞിട്ട് തരുള്ളൂ? പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അതിനുള്ളിൽ ഇന്റർവ്യൂ തരണം. കൈയടിച്ച് പറ കേട്ടോ, പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കണ്ടേ, കണ്ടല്ലോ ഇന്റർവ്യൂ തരും. അതൊന്നുമില്ലടാ, ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. അനുക്കുട്ടി ഇങ്ങനെയാണ്, എല്ലാരെയും പോലെ അല്ല. അനു യുണീക്കാണ്. ഇപ്പൊ തന്നെ നോക്കുക, അനു പറഞ്ഞ ഓരോ കാര്യങ്ങളിലും എന്ത് നല്ല ക്വാളിറ്റിയാണ് അനു, എന്ത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടി. ഇപ്പൊ ശരിക്കും ഇന്റർവ്യൂ കാണുമ്പോൾ അനുവിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും അവരൊക്കെ ശരിക്കും അഭിമാനിക്കും. അവർക്ക് അയച്ചു കൊടുക്കണം ഈ ഇന്റർവ്യൂ വന്നത്, അവരഭിമാനിക്കും. ഏതൊരു അച്ഛനും അമ്മയാണ് ഇങ്ങനത്തെ ഒരു മോള് എനിക്ക് ഉണ്ടെന്ന് പറയുന്നതിൽ ഇതാവുന്നത്? എല്ലാവർക്കും അഭിമാനമല്ലേ? ഇപ്പൊ ചേച്ചിക്കാണേലും അവൾ എൻ്റെ അനിയത്തി എന്ന് പറയുന്നത് എന്തൊരു അഭിമാനമായിരിക്കും. നല്ല കാര്യല്ലേ, അതിനൊന്നും വിചാരിക്കണ്ട. പിന്നെ ആരെന്ത് പറയുന്നോ, ഓ പിന്നെ ഈ കമന്റിന്റെ ഇടയിൽ നീ പോയിട്ട് എല്ലായിടത്തും കണ്ണീരിടുന്നു, നിന്റെ മുതല കണ്ണീർ, പോവാൻ പറ അവരോടൊക്കെ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്നിട്ട് അവരിങ്ങനെ വിഷമത്തോട് പറയും ഇവിടെ നീ ആ ഇന്റർവ്യൂവിൽ ഇരുന്ന് കാര്യം കണ്ടപ്പോൾ ശരിക്കും സങ്കടം, വേണ്ട മോളെ നീ ഞങ്ങൾ ഇന്ന് പബ്ലിക്കായിട്ട് പോയി കരയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ആണല്ലേ അന്ന് ആ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പറയും. നമുക്ക് അപ്പ കഴിച്ചിൽ വരില്ലല്ലോ കാര്യം പറയുമ്പോ. ശരിയാ, ചില കാര്യങ്ങൾ പറയുമ്പോൾ. കാരണം പലതും ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറയുന്നതെല്ലാം അനുവിന്റെ ഇമോഷണൽ ആയിട്ട് അനുവിനെ ഹേർട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ വിചാരിക്കും. ഇവിടെ ഇന്റർവ്യൂ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ച കാര്യം കരയരുത്, എന്നത്തെ ഇന്റർവ്യൂ കരച്ചിൽ വേണ്ട തീരുമാനിച്ചിട്ട് വന്നത്. പക്ഷെ ഇത്ര വർഷം ഞാൻ കരഞ്ഞു, പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി കരച്ചിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നടക്കും, മുടിയൊക്കെ കുറച്ച് ഫ്രണ്ടിലോട്ടിട്ട് നടക്കും. അപ്പൊ ആരും കാണാതെ. അപ്പൊ ഇപ്പൊ എന്റെ അടുത്തല്ലേ ഇരിക്കണേ, ഇനി അതല്ല നമ്മുടെ കൂടെ കുറേ പേരുണ്ടെന്ന് വെച്ചു, എന്നാലും അനു അയ്യോ കരഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് പറഞ്ഞാൽ അനുവിന്റെ ഇമോഷൻ മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കും. എനിക്ക് ഇഷ്ടമല്ല പബ്ലിക്കായിട്ട് ഇരുന്ന് എല്ലാവരുടെ മുന്നിൽ ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഇനാഘോഷന് പോകുമ്പോ ഒരമ്മ വന്ന് സ്റ്റേജ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ തന്നു. പെട്ടെന്ന് ഈ സങ്കടം കൊണ്ട് ഞാൻ ആ ക്യാമറ മീഡിയക്കാരുടെ മുന്നിൽ കൊടുക്കണ്ട, അവർക്കൊരു കണ്ടന്റ് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തിരിഞ്ഞു നിന്നു. കുറെ നേരം തിരിഞ്ഞു നിന്ന് ടിഷ്യൂ പേപ്പർ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് ഞാൻ നേരെ പിന്നെ ഞാൻ തിരിഞ്ഞത്. എനിക്കിഷ്ടമല്ല പബ്ലിക്കായിട്ട് കരയുന്നത്, എനിക്ക് ഇഷ്ടമില്ല. ഇനിയിപ്പം ഞാൻ ചേച്ചി ചോദിച്ചതുപോലെ ഒരു 10 പേര് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ള കാര്യം, സഹിക്കാൻ പറ്റാത്ത കാര്യം വന്നു കഴിഞ്ഞാൽ മാത്രം എനിക്ക് എന്റെ പൊന്നു ചേച്ചി എന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കരച്ചിലിന്റെ കാര്യത്തില, വേറൊന്നും ഞാൻ പിടിച്ചു നിൽക്കും, ഈ കാര്യത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കരഞ്ഞു പോവും. അത് 2 സെക്കൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ ആകുമ്പോൾ ഞാൻ ഓക്കെ ആവും. ഓക്കെ ആവണം കേട്ടോ.
യെസ്. ഇനി നമ്മുടെ ലൈഫ്, ഇപ്പൊ അനുവിന്റെ ലൈഫൊക്കെ, അനുക്കുട്ടിയുടെ ലൈഫ് ഇത്രേ ആയിട്ടുള്ളൂ. ഇനിയും നമ്മുടെ ലൈഫിൽ ഒരുപാട് 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 ഓരോന്നും ഉണ്ട്. ഇങ്ങനെ എന്തൊക്കെയാ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരാളുടെ തരത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അതിനൊക്കെ നമ്മൾ നല്ല കറേജ് ആയിട്ട് നല്ലത് പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. നമ്മുടെ മുന്നിൽ നല്ലത് നിൽക്കുന്നുണ്ട്, ചീത്ത നിൽക്കുന്നുണ്ട്. അടുത്ത നല്ലതായിരിക്കും, അടുത്ത ചീത്തയായിരിക്കും. എല്ലാം തരണം ചെയ്ത് തന്നെ നമ്മൾ ജീവിക്കണം. അതെ, നമ്മളിതോ അങ്ങോട്ട് എപ്പോഴും ഒരു മനുഷ്യന് നല്ലത് മാത്രം വരുമോ? ആർക്കും വരില്ല ചേച്ചി. എല്ലാവർക്കും നല്ലതും വരും, ചീത്തയും വരും. അപ്പൊ നമ്മള് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നമ്മള് നല്ല ബോൾഡ് ആയിട്ട് ഇപ്പൊ സ്ട്രോങ്. എല്ലാരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. നാളെ സമയത്ത് ചിലപ്പോ വെറുത്തെന്ന് വരാം. പക്ഷെ അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കും, അങ്ങനെയൊക്കെ വന്നാലും എന്താ എന്റെ അവസ്ഥ ചോക്കി എന്നൊക്കെ ആയിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല, അച്ഛനമ്മയും കൂടെ ഉണ്ടല്ലോ, അതെന്നെ സമാധാനം. അവരാണല്ലോ എന്റെ എല്ലാം. ഇപ്പം ഇറങ്ങുമ്പോ ആളുകൾ എന്തെങ്കിലും കല്ലെറിയാൻ വരുന്നില്ലല്ലോ. പുറത്തിറങ്ങുമ്പോ ചിരിക്കുമായിരിക്കും, കൂടിപ്പോയ കമന്റ് ഇടുമായിരിക്കും, അത്രേ ഉള്ളൂ. അച്ഛനമ്മയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബലം. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. മക്കളെ, മോളു അല്ലെങ്കിൽ അനു അല്ലെങ്കിൽ കാത്തു, നിങ്ങളുടെ കൂടെ എന്ത് വന്നാലും ഞങ്ങളുണ്ട്. ആ ഒരൊറ്റ ഡയലോഗ് മതി, അത് മതി എനിക്ക്. എന്ത് പ്രശ്നം വന്നാലും അച്ഛനമ്മയും തരുന്ന ആ സപ്പോർട്ട് മതി മുന്നോട്ട് പോകാനുള്ളത് ധൈര്യത്തിന്. അതേപോലെ തന്നെ നമ്മുടെയും റെസ്പോൺസിബിലിറ്റി. അനു അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമുക്ക് ജന്മം തന്ന നമ്മുടെ അച്ഛനമ്മയും തന്നെയാണ്. അവരുടെ എന്റെ പ്രാണനാണ് രണ്ടുപേരും. അവര് കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഉള്ളൂ. ഇനി ലൈഫിലൊരു പാർട്ട്ണർ വന്നാലും ശരി, അച്ഛനമ്മയും കഴിഞ്ഞിട്ട് എനിക്ക് അവരുള്ളൂ. ഞാനും എന്റെ മോളുടെ എനിക്കൊരു വാവ വന്നാലും പറയാൻ പറ്റൂലേ വാവ വന്ന എങ്ങനെയാന്ന്. എനിക്കൊരു കുഞ്ഞുണ്ടായാലും അല്ലേ, എനിക്ക് അച്ഛനമ്മയാണ്. ചിലപ്പോ പറയാൻ പറ്റില്ല, എന്റെ ചേച്ചിക്ക് മോൻ കഴിഞ്ഞ എനിക്ക് അച്ഛനമ്മയും ഉള്ളൂ, പറയാൻ പറ്റില്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞും നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അവര് നമ്മളിൽ നിന്ന് വരുന്നതാണ്. ചിലപ്പോ കുഞ്ഞായിരിക്കും നമുക്ക് ഫസ്റ്റ്, കുഞ്ഞും അച്ഛനും അമ്മയും. അതെ, അങ്ങനെയാ. അതെ അതെ അതെ. ഇപ്പൊ രണ്ട് കണ്ണുണ്ട്, രണ്ട് കണ്ണിൽ ഏതെങ്കിലും ഒരു കണ്ണ് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, രണ്ട് കണ്ണും ഇഷ്ടമാണ്. അതുപോലെ അച്ഛനും അമ്മയും കുഞ്ഞും. കാരണം അച്ഛനും അമ്മയും നമുക്ക് ജന്മം തന്നു, കുഞ്ഞെന്ന് പറയുന്നത് നമ്മൾ ജന്മം കൊടുത്തത്. അതെ അതെ. അപ്പൊ അതിനകത്തുള്ളൊരു ബോണ്ടിങ്, അത് പാർട്ട്ണറിന് തരുന്നതിനെക്കാട്ടിലും ഒരു ബോണ്ടിങ് ആണ് ഇവര് തമ്മിലുള്ളതെന്ന് പറയണത്. സോ അവരുടെ കണ്ണീര് നനയാതെ അവർക്ക് എപ്പോഴും അവര് ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുന്നോടത്തും വരെ അവരെ അഭിമാനിക്കണം. ഞാൻ കാത്തു എന്ന് പറഞ്ഞൊരു മോൾ എനിക്കുണ്ടെന്ന് പറഞ്ഞ് അവരെ അഭിമാനിക്കട്ടെ. അങ്ങനെ തന്നെ ആവണം കേട്ടോ, എപ്പോഴും. അങ്ങനെ കാത്തുവിനെ കൊണ്ട് പറ്റും. എനിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ എന്റെ കൂടെ. ഞാൻ സ്നേഹിക്കാൻ സ്വന്തം ചേച്ചിനെ പോലെ, സ്വന്തം കൂട്ടുകാരിനെ പോലെ, ശകാരിക്ക അമ്മേനെ പോലെ ഒക്കെ ആയിട്ട്. നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ ആവണമെന്നില്ലല്ലോ അല്ലെ, എനിക്ക് അല്ലാതെ സ്നേഹിക്കാലോ. ഒരു ബോണ്ട് ഉണ്ടായാൽ മതി. അതെ. മുമ്പേ പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണത് ഭയങ്കര ഇഷ്ടമാണെന്ന് കാത്തു. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അല്ല ഇപ്പൊ പറഞ്ഞല്ലോ ഇനിയും എനിക്ക് നല്ലൊരു കഥാപാത്രം, നല്ലൊരു സിനിമയിലാവണം. അതെ, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. പക്ഷെ നമ്മൾ ഇത്രയും എല്ലാം തുറന്ന് സംസാരിച്ചുകൊണ്ട് ചോദിക്കാനാണ്, നമ്മളിപ്പം ഇങ്ങനത്തെ ഈ സിനിമയിൽ ഇന്നിപ്പം പെൺകുട്ടികളെല്ലാവരും ഏത് തരത്തിലുള്ള സീൻ ചെയ്യാനാണെങ്കിലും അവർ റെഡിയാണ്. എത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ആ സിനിമയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ ഇന്നൊരു സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുക. അതിന് വേണ്ടിയിട്ട് അപ്പൊ ചില ആൾക്കാർ മിസ് ചെയ്ത് ഇന്നൊക്കെ സീൻസ് ഉണ്ടാവും, അതൊക്കെ ചെയ്യാൻ ചിലരും റെഡിയാണ്. അങ്ങനെ ഇപ്പൊ അനുമോൾക്കും അങ്ങനത്തെ ഒരു ഇത് വന്നാൽ അനു അങ്ങനെ ഓക്കെയാണോ? പറ്റൂല, അത് അഭിനയമല്ലേ, പിന്നെന്താ? അഭിനയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഏത് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തരുന്ന ക്യാരക്ടർ നന്നായിരിക്കണം എന്നേ ഉള്ളൂ. നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആയിരിക്കണം എന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ നന്നായിട്ട് ചെയ്യും. അല്ലാതെ ഇപ്പൊ കുറച്ച് ഡ്രസ്സിൽ കുറച്ച് ഇങ്ങനെ കാണിക്കണം, വൾഗറായിട്ട് ക്ലീവേജ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് ഇഷ്ടമില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് കംഫർട്ടബിൾ ആവില്ല, ചെയ്യാൻ പറ്റില്ല. അത് എത്ര വലിയ ബിഗ് ബാനർ ചെയ്താൽ ഞാൻ ഇപ്പൊ എന്നെ പ്രേക്ഷകർ കാണുന്നത് ഇപ്പൊ അനുവിന് അങ്ങനത്തെ ഒന്നും ചേരില്ല എന്ന് ഒരുപാട് പേർക്ക് അങ്ങനെ ധാരണയുണ്ട്. എനിക്ക് പൊതുവെ എനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ചെയ്യുന്നത്. എന്നെ അങ്ങനെ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല, വീട്ടുകാർക്കും ഇഷ്ടമല്ല, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമല്ല. പിന്നെ ഈ തരുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു ഡയറക്ടർമാരും എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ തരുമെന്ന്. എൻ്റെ സ്വഭാവം വെച്ചും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തരുവാണെങ്കിൽ കുറച്ച് ഒരു അനിയത്തിയോ അല്ലെങ്കിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സീനുകൾ നമ്മൾ കാണുന്നില്ലേ മൂവീസൊക്കെ. അപ്പം ഞാൻ ഓരോ മൂവിയിൽ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും, ഈ ക്യാരക്ടറിന് എനിക്കാണ് ഞാൻ കിടിക്കേനെ പൊളിച്ചേനെ എന്ന് ഞാൻ തോന്നാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാരക്ടറൊക്കെ എനിക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇതിപ്പോൾ കാണുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറ്. ഏത് സിനിമ എനിക്കറിയാം ചേച്ചി ചോദിക്കുമെന്ന്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
ഈ സിനിമകളിലൊക്കെ ഒറ്റ സീനേ കാണുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ചിലപ്പോൾ കൊലപാതക കേസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയാം, നമ്മുടെ ലാലേട്ടൻ ചെയ്തില്ലേ തുടരും. അതിനകത്ത് മറ്റേ പോലീസുകാരന്റെ മകളെ ക്യാരക്ടർ കുറച്ച് സീനല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അതുപോലെ പൊട്ടിക്കരഞ്ഞ്, എങ്ങനെയാണോ നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കിടന്ന് കരയുന്നത്, അതായിരിക്കും നമ്മളവിടെ കാണിക്കുക. നമ്മളവിടെ ജീവിക്കുക ചെയ്യണ്ടേ, അഭിനയിക്കുകയല്ല. നമ്മളെ പെട്ടെന്ന് നമുക്ക് തരുന്ന ക്യാരക്ടർ നോക്കിയിട്ട് നമ്മൾ അത് ഇന്ന ക്യാരക്ടറാണ്, ഇന്ന ആൾക്ക് അനുവിൻ്റെ ലൈഫിൽ നിന്ന് ഇന്ന ആൾ, അനു എത്ര സ്നേഹിച്ച ഒരാൾ പോകുമ്പോൾ അനു എങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ക്യാരക്ടർ ആയി മാറാം. ഒരിക്കലും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ക്യാരക്ടർ ഇന്ന് പൈസ കിട്ടും, ഇന്ന് ഇത്ര രൂപ കിട്ടും, അതുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ആ ക്യാരക്ടർ മനസ്സിൽ ഉൾക്കൊണ്ട് വേണം അഭിനയിക്കാൻ. വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അത് കട്ട് പറഞ്ഞിട്ട് അടുത്ത് ഒരു ബ്രേക്ക് തന്നാലും നമ്മൾ ആ ഒരു ക്യാരക്ടർ തന്നെ ഇരിക്കാം. അങ്ങനെയാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അല്ല, ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള, എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം ചേച്ചി. ഞാൻ ആഗ്രഹിച്ച ഒന്നാണ് ഒരു സ്റ്റേറ്റ് അവാർഡ്. ആഗ്രഹിച്ചെന്ന് വെച്ചാൽ അയ്യോ എനിക്കിതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചെപ്പോഴെന്ന് പറയുമ്പോൾ, സോസിക ചേച്ചിക്ക് സ്റ്റാർ മാജിക്കിൽ വെച്ചിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി പണ്ട്, ഒരു സിനിമയുടെ എന്തോ. അപ്പോൾ പുള്ളിക്കാരി വെൽക്കം ചെയ്തു, പുള്ളിക്കാരിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത്. അപ്പം ഞങ്ങൾക്ക് കൈയടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ വെച്ചു, എനിക്കിതുപോലെ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ വയസ്സായി മരിക്കുന്നതിന് മുന്നേ കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സുരഭി സ്വാസിൻ്റെ കിട്ടുമെന്ന് അതിൻ്റെ റൈറ്ററും ഡയറക്ടറൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, നീ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചുമ്മാ പറഞ്ഞെന്ന് ചോദിച്ചു. ചുമ്മാ എന്നെ കളിയാക്കാനോ അല്ലെങ്കിൽ എന്നെ ഒന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞേക്കെന്ന് വിചാരിച്ചേ. ശരിക്കും കിട്ടിയപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ കുറേ സമയം ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് എന്നെയാണോ ശരിക്കും ഇത് എന്ത് സംഭവം, ഇത് സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളത് എന്താണ് ഈ സംഭവം എന്ന പോലെ ഞാൻ ചോദിച്ചു പോയി. ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര വലിയ സന്തോഷവും. ഞാൻ കൊതിച്ചൊരു സാധനം എനിക്ക് കിട്ടി പെട്ടെന്നേ. ഈ ഒരു പ്രായത്തിൽ എന്താ പറയുക, ഇപ്പോൾ 11 വർഷം ആയെങ്കിൽ പോലും ഒരുപാട് പേര് കൊതിക്കുന്ന ഒന്നല്ലേ ഒരു സ്റ്റേറ്റ് അവാർഡ്. അതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇനി നമുക്ക് നാഷണൽ അവാർഡ് വാങ്ങിക്കണം, പിന്നെ എന്തൊക്കെ അവാർഡ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് വാങ്ങിക്കണ്ടേ. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും തീർച്ചയായിട്ടും. സിനിമയിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ ഇപ്പോൾ ഓഡിഷന് വേണ്ടിയിട്ട് ഒരുപാട് വിളിക്കുന്നൊക്കെ ഉണ്ട്. ചില അങ്ങനെ വിളിക്കും തോന്നുന്നില്ല. കൂടുതൽ ഫെമിലിയർ ആയ ആർട്ടിസ്റ്റുകളെ അങ്ങനെ പൊതുവെ സിനിമയിൽ വിളിക്കാറുണ്ട്. ഇന്നും ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചില ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അഭിനയിക്കുന്നവരാ, പക്ഷെ ഞാൻ ഇന്നും അവർ ഓഡിഷൻ ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിലെ വിളിക്കത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, എനിക്കറിയില്ല. അതിപ്പോ നീ ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ ഭയങ്കര അധികം ഫേമസ് ആയതുകൊണ്ട് എനിക്ക് അത് അറിയുന്നില്ല. പക്ഷെ ചില സിനിമകളിൽ ഇപ്പൊ 1-2 സിനിമകളിലൊക്കെ ചെയ്തവര് വീണ്ടും അവർ ഓഡിഷന് വിളിക്കുമ്പോൾ വീണ്ടും പോകുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ആസിഫ് അലിക്കയുടെ കൂടെ അഭിനയിച്ചു കേട്ടോ. അതെനിക്ക് ചെറിയൊരു കുഞ്ഞു സീനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അവരെന്തോ ഒരു എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് ആ സീനെ കുറച്ച് വലിയ സീനാക്കി ഫുൾ ഡേ എൻ്റെ ആസിഫ് അലിക്കയുടെ ഡയലോഗ് കോമഡി സീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അത് ചെറിയ സീനാ, എന്നെ പെണ്ണാണാൻ വരുന്ന സംഭവം. അപ്പൊ ആസിഫ് അലിക്ക വരുന്നതിന് മുന്നേ എനിക്ക് വളയിടുന്നതും അമ്മായി കളിയാക്കുന്നതും ജനലിൽ പോയി നോക്കുമ്പോൾ ആസിഫ് അലി മാരുതി കാറിൽ വരുന്നതും എനിക്ക് വിഷമാവുന്നതും അങ്ങനെ എന്നെ കളിയാക്കുക, വീണ്ടും എന്നെ കളിയാക്കുന്നതും ചായ കൊണ്ട് കൊടുക്കുന്നതും സംസാരിക്കാന്ന് പറഞ്ഞ് പുറത്തു പോകുന്നതും പുള്ളിക്കാരനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും ഞാൻ തിരിച്ചു പറയുന്നതും ഞാൻ പോകുന്നതും. അപ്പോൾ അത്രയും വലിയൊരു സംഭവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗ്യമാണ്. ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു. മണിയമ്പിള്ള സാറിൻ്റെ അടുത്തും അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ക്രൂവിൻ്റെ അടുത്തും എല്ലാവരും നന്ദി പറയുന്നു. ആ സിനിമ കണ്ടിട്ട് ഒത്തിരി പേര് എന്നെ വിളിച്ചു. എനിക്ക് പേടിയായിരുന്നു തിയേറ്ററിൽ പോയി കാണാൻ. എന്തെന്നറിയാമോ, ഞാനാ ഡബ് ചെയ്തേ. ഇനി തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോ എല്ലാം കട്ട് ചെയ്ത് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയുടെ കൂടെ പോയി കണ്ടില്ല. ഞാനും അച്ഛനും മാത്രമായിട്ടാ പോയി കണ്ടതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ OTT-യിൽ വന്നിട്ട് കാണുക ചെയ്തത്. ഓ, അപ്പൊ എനിക്കൊരു ഹഗ് തന്നെ. താങ്ക് യു. ലവ് യു. ലവ് യു. ഓക്കെ, ബൈ. ശരി, പോവാണേ.